ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവലറും കാര്യങ്ങളും എടുക്കാനാണ്. ആദ്യം ബസ് എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ബസ്സിൻ്റെ ഫണ്ടും കാര്യങ്ങളും സെറ്റ് ആയില്ല. ബസ് എടുക്കാനുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിനെ മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ് എടുക്കാനുള്ള ഫണ്ടും കാര്യങ്ങളും സെറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രാവലറാണ് എടുക്കുന്നത്. അപ്പോൾ ട്രാവലർ എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് സ്ഥലം ഇവിടെ അറിയില്ല. നമുക്ക് എന്തായാലും സ്ഥലവും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇവിടെ ഇങ്ങനെയൊക്കെ സ്ഥലം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ ട്രാവലർ നമ്മളെ ജീപ്പ് എവിടെയെങ്കിലും നിർത്തിയിടുക. നമ്മളെ ഫ്രണ്ടും കാര്യങ്ങളും നമ്മളെ ഫ്രണ്ട് സുജിത്തും കാര്യങ്ങളും ബസ്സിൻ്റെ ഓണറാണ്. അപ്പോൾ ബസ്സിൻ്റെ ഓണറായിട്ട് അവൻ എന്നോട് പറഞ്ഞാണ് ഇവിടുന്ന് മേടിച്ചോ, ഇവിടെ നല്ല വിലക്കുറവിൽ തരും, നമ്മളൊരു ടീംസാണ്, അപ്പോൾ നീ ഇവിടുത്തെ മേടിച്ചോ, ഞാനിങ്ങനെ സെറ്റാക്കി തരാമെന്നാണ് അവൻ പറഞ്ഞുള്ളത്. അപ്പോൾ ഓൻ്റെ വാക്ക് കേട്ട് നമ്മളിവിടെ വന്നതാണ്. ഇവിടെ ഒരു ബസ് പോലും കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, കുറച്ച് ഉള്ളേരിക്കാണ്. നമുക്ക് എന്തായാലും ബസ്സും വണ്ടിയും കാര്യങ്ങളും അത് അവിടെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് നിർത്തിയിട്ടേക്കാം മര്യാദയിലേക്ക്. അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പത്തെ ആൾക്കാർ പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടോളി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് ഒതുക്കിയിട്ടാളി, ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഒന്ന് ഒതുക്കിയിട്ടാളി, അല്ലെങ്കിൽ നമ്മളും കാര്യങ്ങൾ മാറ്റി നമുക്ക് ഇവിടെ നിർത്തിയിടാൻ പെർമിഷൻ തരൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും നല്ല കിഡിലായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഓനെ വെയിറ്റ് ചെയ്യാം, വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വന്നിട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ സുഹൃത്തും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയോ വെക്കാം. എവിടെയാണ് നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുള്ളൂ, നമ്മളെ വണ്ടി മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ള വണ്ടികളെല്ലാവരും കൊണ്ടുപോയിരിക്കുന്നു. നല്ല ലാഭത്തിനാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ അടുത്ത ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇക്കാരം എടുക്കല്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാ ഗായ്സ് നമ്മളെ ട്രാവലറും കാര്യങ്ങളൊക്കെയാണ്. നല്ല സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി തന്നെയാണ് ഈ കാണുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ. സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി തന്നെയാണ് ഈ കുട്ടാൻ. സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല കിഡിലായിട്ട് ഇവനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ സുജിനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ്. എനിക്കും കാര്യങ്ങളൊക്കെ വണ്ടിനെ കുറിച്ച് അറിയാമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഓൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓൻ്റെ വാക്ക് കേട്ട് വന്നത് വെറുതെ ഒന്നും ആയില്ല ഗൈസ്. സുഹൃത്തുക്കളെ നല്ല ഗുണം കിട്ടി ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സുബിൻ ക്രിയേഷൻക്കൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ഈ വണ്ടീൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ നല്ലപോലെ സെറ്റാക്കണം. എന്നിട്ട് നമ്മളെ വണ്ടി കുട്ടാപ്പനെ ഇറക്കിയിട്ട് വേണം നമുക്ക് ഇനി ഡ്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇതാണ് നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നേരെ സ്ഥലത്തേക്ക് പോകാം. ഇതൊരു ഉള്ളേരിയയാണ്, നമ്മൾ ട്രാവലറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെ ഷോറൂമും കാര്യങ്ങളൊക്കെ മാറ്റുന്നു നമ്മളോട് പറഞ്ഞ ഈ കടം കാര്യങ്ങളൊക്കെ മാറ്റുന്നു. കാരണം എന്താ വെച്ചാൽ വണ്ടി കാര്യങ്ങളും നല്ല കിടില്ല, എല്ലാ വണ്ടികളും ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് ഇറക്കാൻ പറ്റി. ചിലയിടത്ത് എന്നോട് സൊബിനും കാര്യങ്ങളും ഇവിടെ നിന്നാണ് അവൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സുണ്ട്. അപ്പോൾ ആ ടൂറിസ്റ്റ് ബസ് ഓനും കാര്യങ്ങളൊക്കെ എല്ലാ ബസ്സും കാര്യങ്ങളും അവനെ ഇവിടെ നിന്നാണ് എടുക്കൽ. അപ്പോൾ അവനോട് പറഞ്ഞാൽ നിനക്ക് ഡ്രൈവിംഗ് സ്കില്ല് ഉണ്ടായതുകൊണ്ട് നീ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് രണ്ടാൾക്കും ഡ്രൈവിംഗ് സ്കില്ലുള്ളവർക്ക് ഇവിടെ ഒന്ന് വണ്ടിയും കാര്യങ്ങളും എളുപ്പത്തിലെടുക്കാം. ചിലവർക്ക് വാളും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ബട്ട് നമ്മളിത് ഇടിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സുജിൻ്റെ ഇടിച്ചിട്ടില്ല എന്നാണ് സുജിൻ പറഞ്ഞത്. സുജിയും കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞത്. നിൻ്റെത് വാളൊന്നും എനിക്കറിയില്ല, നീ നല്ല ഡ്രൈവിംഗ് സ്കില്ല് ഉണ്ടായതുകൊണ്ട് നിൻ്റെ വാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുബിൻ പറഞ്ഞത്. അപ്പോൾ നമുക്കും കാര്യങ്ങൾ നേരെ സ്ഥലത്തേക്ക് പോകാം. കുറച്ചൊക്കെ പണി വാളിയിട്ടാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തത്. എല്ലാ വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയല്ല ഈ കാര്യം, ചിലവരുത് വാളും ചിലവരുത് വാറൂല, അങ്ങനെ ഈ കാര്യം. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ അവർ നല്ല സർവീസാണ്. ഇനി ആരെങ്കിലും വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ വെറുതെ പറഞ്ഞത് ഗായ്സ്, നമ്മളെ ബസ് ബേട്ടായതുകൊണ്ട് വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. വണ്ടിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, ബട്ട് വലിയ പോകുന്നുള്ളൂ. നമുക്കൊന്ന് സ്പീഡ് കൂട്ടിയാണ് കൊടുക്കാം. ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ സീനാണ്. ഇതിൻ്റെ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മൾ നോക്കും. പിന്നെ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ബ്രാൻഡോ എന്നാണ് വണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കേജിങ് നമ്മളെ വക ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് വിളിച്ച് നമ്മളെ സഹായിക്കാമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സുബിൻ ക്രിയേഷൻ കുറച്ചൊക്കെ പോയിട്ടാണ് നമ്മൾ സുബിൻ ക്രിയേഷൻ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സുബിൻ ക്രിയേഷനിക്ക്
കുറച്ചൊക്കെ പോകണം. ഇതാണ് KSRTC. ഇവിടെയൊക്കെ മുമ്പെടുത്ത് പോകാൻ നല്ല പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ വെല്ലം കാര്യങ്ങളൊക്കെ പോകണം. പക്ഷേ മീറ്റർ ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 118 നമ്മൾ കത്തിച്ച് പോണത്. നമുക്ക് വരെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് കാണില്ല. 26 സീറ്റാണ്ട് 26 പോണ വണ്ടി ആയതുകൊണ്ട് നമുക്കും കാര്യങ്ങളും കുഴപ്പമില്ല. പിന്നെ സുജിൻ്റെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകും. സുജിൻ്റെ വണ്ടിയിൽ കാര്യങ്ങൾ പോണ വേറൊരു വീഡിയോ നമുക്ക് വേറെ ആയിട്ട് നമ്മൾ വിടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സുബിൻ ക്രിയേഷൻ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ സുബിൻ ക്രിയേഷനും കാര്യങ്ങളും എത്താനായിട്ട് നമ്മൾ അപ്പോൾ ഷെഡിലും കൂടി ഒന്ന് പോയി. അപ്പോൾ ഗൈസ് നമ്മൾ സുബിൻ ക്രിയേഷനും കാര്യങ്ങളും എത്താനായിട്ടുണ്ട്. ഇതാണ് നമ്മൾ സുബിൻ ക്രിയേഷന്. അപ്പോൾ സുബിൻ ക്രിയേഷനിൽ നമ്മൾ ഇപ്പോൾ ഇട്ടെടുക്കുന്നില്ല, ഒരു കാര്യങ്ങൾ എടുത്തോളും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെയും കാര്യങ്ങൾ നിർത്തിയിട്ടാൽ മതി എന്നാണ് സുബിൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സുബിൻ ക്രിയേഷൻ എന്ന് വെച്ചാൽ സുബിൻ നമ്മുടെ ഒരു ചങ്ങാതി ഉണ്ട്, അവരെ പേരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കാര്യം നിർത്തിയിടാം. ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും വർക്കിന് വന്നിട്ടില്ല. അപ്പോൾ അവനെന്തോ എന്നോട് പറഞ്ഞേ വർക്കിനൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഒരു മെക്കാനിക്ക് ഉണ്ടല്ലോ, മെക്കാനിക്ക് ഇവിടെ നിറച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കേടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്താണ് നമുക്ക് കാര്യങ്ങളൊക്കെ സുബിൻ ക്രിയേഷനിൽ നമ്മൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ലൈറ്റ് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് കുറച്ചും കൂടി ലൈറ്റൊന്ന് മിനുക്കിയിട്ട് ചെക്കനൊന്ന് മിനുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മൾ ട്രിപ്പും പോകണം വീഡിയോ കയറാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ.